ലോകം വീണ്ടും ഒരു മഹായുദ്ധത്തിന്റെ നിഴലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും ഉൾപ്പെടെ ലോകം ഭരിക്കുന്ന 13 വമ്പന്മാരെ വകവരുത്താൻ ഇറാൻ ഒരു ഭീകരമായിട്ടുള്ളൊരു റിവെഞ്ച് ലിസ്റ്റ് ഇറാൻ പുറത്തുവിട്ടിരിക്കുകയാണ്. വെറുമൊരു ഭീഷണിയല്ല ഇത്. ആഗോള സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഇറാൻ പൂർണ്ണമായും അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഒരു കപ്പലും ഇതിലെ കടത്തിവിടില്ല എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് മറുപടിയായിട്ട് അമേരിക്ക ഇറാനിലെ 140 മിലിറ്ററി ടാർഗറ്റുകളിൽ ബോംബ് വർഷിച്ചു കഴിഞ്ഞു. എന്താണ് മിഡിൽ ഈസ്റ്റിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത്? ഇറാന്റെ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉള്ളത് ആരൊക്കെയാണ്? നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഇറാന്റെ ആ ഒരു ഞെട്ടിക്കുന്ന റിവെഞ്ച് ലിസ്റ്റിലേക്ക് വരാം. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവിടുത്തെ ഔദ്യോഗിക ഭരണകൂടത്തിന്റെ പിന്തുണയുള്ള പ്രമുഖ പത്രമായിട്ടുള്ള ഹാംഷഹ്രിയാണ് ഈ ഭീകരമായിട്ടുള്ള ഇൻഫോഗ്രാഫിക് പുറത്തുവിട്ടിരിക്കുന്നത്. ഫെബ്രുവരി 28 നടന്ന US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷമുള്ള ഏറ്റവും വലിയ ഡെവലപ്മെന്റ്സ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അലി ഖമേനിയുടെ മകനും പുതിയ സുപ്രീം ലീഡറുമായിട്ടുള്ള മുജ്തബ ഖമേനി ഈ കഴിഞ്ഞ ശനിയാഴ്ച തന്റെ ആദ്യത്തെ പരസ്യ സന്ദേശം പുറത്തുവിട്ടു. പ്രതികാരം എന്നത് ഞങ്ങളുടെ ജനങ്ങളുടെ ആഗ്രഹമാണ്, അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഈ ലിസ്റ്റിലുള്ള ക്രിമിനലുകൾ സ്വന്തം കിടക്കയിൽ കിടന്ന് സമാധാനത്തോടെ മരിക്കാമെന്ന് വിചാരിക്കേണ്ട, ആ ആഗ്രഹവും കൊണ്ടേ അവർ ശവക്കുഴിയിലേക്ക് പോകൂ എന്നാണ് മുജ്തബ ഖമേനി പറഞ്ഞത്. ഇതോടെയാണ് പത്രം 13 നേതാക്കളുടെ ഫോട്ടോ സഹിതം ലിസ്റ്റ് പുറത്തുവിട്ടത്. ആരൊക്കെയാണ് ഈ ലിസ്റ്റിലുള്ള പ്രധാനികളെന്നൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ആള് ഡൊണാൾഡ് ട്രംപ് ആണ്, US പ്രസിഡന്റ്. ഇനി ബെന്യാമിൻ നെതന്യാഹു, ഇസ്രായേൽ പ്രധാനമന്ത്രി. അടുത്തത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ആണ്. ഇനി വരുന്നത് US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ, US ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് ഉണ്ട്. ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ്, അതുപോലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി, അത് കഴിഞ്ഞ് ഫ്രീഡറിക് മെർസ് ജർമ്മൻ ചാൻസലർ. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ആകാശപാത അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് തുറന്നു കൊടുത്തു എന്നും ഇറാനെതിരെയുള്ള ആക്രമണത്തിന് കൂട്ടുനിന്നു എന്നും ഇറാന്റെ പ്രധാന ആരോപണം. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ ലീഡേഴ്സും ഈ ഒരു ലിസ്റ്റിൽ വന്നത്. ഔദ്യോഗികമായിട്ട് ഇതൊരു ഗവൺമെന്റ് ലിസ്റ്റ് ആണ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള പത്രം ഇത് പുറത്തുവിട്ടത് ലോകരാജ്യങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇനി ഇതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് വരാം. അത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് അടച്ചുപൂട്ടിയ ഇറാന്റെ നടപടിയാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെയും നാച്ചുറൽ ഗ്യാസിന്റെയും ഭൂരിഭാഗവും കടന്നു പോകുന്ന അതീവ തന്ത്രപ്രധാനമായ ഒരു ഇന്റർനാഷണൽ വാട്ടർവേ ആണിത്. ഇറാൻ അനുമതിയില്ലാത്ത റൂട്ടിലൂടെ സഞ്ചരിച്ചു എന്ന് പറഞ്ഞ് ഒരു കമേഴ്ഷ്യൽ കണ്ടെയ്നർ കപ്പലിന് നേരെ വെടിയുതിർക്കുകയും അത് കത്തിക്കുകയും ചെയ്തതോടെയാണ് പ്രശ്നങ്ങൾ വീണ്ടും വഷളായത്. ഇതിന് തൊട്ടു പിന്നാലെ ഇറാൻ പ്രഖ്യാപിച്ചു സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ പൂർണ്ണമായും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. തങ്ങൾ മാത്രമായിരിക്കും ഇനി ഇതിന്റെ കൺട്രോൾ എന്നും തങ്ങൾക്ക് മാത്രമായിരിക്കും ഇനി ഇതിന്റെ കൺട്രോൾ എന്നും പോകുന്ന കപ്പലുകളിൽ നിന്ന് ടാക്സ് ഈടാക്കുമെന്നും വരെ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി അത് പറഞ്ഞത് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖലിബാഫ് ആണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയത്. നിങ്ങളുടെ വാക്ക് പാലിക്കുക, അല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഖലിബാഫ് പറഞ്ഞത്. എന്നാൽ അമേരിക്ക ഇത് വെറുതെ കണ്ടു നിന്നില്ല. US സെൻട്രൽ കമാൻഡ് സെൻകോം ഉടനടി കടുത്ത തിരിച്ചടി നൽകി. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ട് ഇറാനിലെ മിസൈൽ, ഡ്രോൺ ലോഞ്ച് സൈറ്റുകളും ആയുധപുരകളും ഉൾപ്പെടെ ഏകദേശം 140 മിലിറ്ററി ടാർഗറ്റുകളിൽ അമേരിക്ക വൻ ബോംബിംഗ് നടത്തി. ഇറാൻ ഈ ഒരു വഴി അടച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും കപ്പലുകൾ ഇപ്പോഴും സുരക്ഷിതമായിട്ട് കടന്നു പോകുന്നുണ്ട് എന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇനി നമുക്കിതിന്റെ ഏറ്റവും പുതിയ ഗൗരവമേറിയ ഒരു അപ്ഡേറ്റിലേക്ക് വരാം. അമേരിക്കൻ ആക്രമണത്തിന് മറുപടിയായിട്ട് ഇറാൻ ഇപ്പോൾ യുദ്ധം മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കൻ മിലിറ്ററി ബേസുകൾ ഹോസ്റ്റ് ചെയ്യുന്ന, അതായത് US സൈന്യത്തിന് താവളം ഒരുക്കുന്ന രാജ്യങ്ങൾക്ക് നേരെയാണ് ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നത്. ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ജോർദൻ, ഒമാൻ എന്നീ രാജ്യങ്ങളിലെ US റേഡാർ കേന്ദ്രങ്ങളും ആയുധപുരകളും ലക്ഷ്യമിട്ടിട്ടാണ് ഇറാന്റെ ആക്രമണം. UAE തങ്ങളുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഇറാന്റെ മിസൈലുകൾ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട്. ഒമാന്റെ 2 റീജിയനുകളിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഒമാൻ ഗവൺമെന്റ് ഇറാന്റെ അംബാസിഡറെ വിളിപ്പിച്ച് കടുത്ത പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. അവിടെയുള്ള അമേരിക്കൻ പൗരന്മാരോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ US എംബസി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മാസമാണ് ഇരുപക്ഷവും തമ്മിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ, ഒരു സീസ് ഫയർ എഗ്രിമെന്റ് ഉണ്ടാക്കിയത്. 60 ദിവസത്തെ ഈ ഒരു ഇടക്കാല കരാർ വഴി സമാധാനം കൊണ്ടുവരാൻ
കൊണ്ടുവരാൻ ഒമാന്റെയും ഖത്തറിന്റെയും നേതൃത്വത്തിൽ തീവ്ര ശ്രമം നടക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു അറ്റാക്ക് സീരീസോടെ ഈ ഒരു വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നടത്തിയ എല്ലാ നയതന്ത്ര ശ്രമങ്ങളും അമേരിക്കയുടെ ഈ ക്രൂരമായ ആക്രമണത്തോടെ പരാജയപ്പെട്ടു എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നത്. കാര്യങ്ങൾ ഇപ്പോൾ വളരെ സീരിയസ് ആണ്. ഒരു വശത്ത് ലോക നേതാക്കളെ വധിക്കുമെന്ന ഇറാന്റെ ഭീഷണി, മറുവശത്ത് ലോകത്തിന്റെ ഇക്കണോമിയെ തന്നെ തകിടം മറിക്കാൻ ശേഷിയുള്ള സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ബ്ലോക്കേഡ്. ഇതിനിടയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പടരുന്ന യുദ്ധം. ഈ ഒരു പ്രതിസന്ധി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും വൻ ആഗോള പണപ്പെരുപ്പത്തിനും കാരണമായേക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.